ഗുഡ് ആഫ്റ്റർനൂൺ. RB പൾസ് സ്പെഷ്യൽ ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അനില, ഗുഡ് ആഫ്റ്റർനൂൺ. ഏതായാലും RBIയുടെ ഒരു ധനനയ യോഗം തന്നെയായിരുന്നു ഇന്ന് ഏറ്റവും നിർണായകമായിട്ടുണ്ടായിരുന്നത്. പ്രതീക്ഷകൾക്ക് അനുസൃതമായിട്ട്, അനുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് 25 ബേസിസ് പോയിന്റ് RBI കട്ട് ചെയ്തിരിക്കുന്നു. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് സഞ്ജയ് മൽഹോത്ര ഗവർണർ ആയതിനു ശേഷമുള്ള ആദ്യ ഒരു ധനനയ യോഗമായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു ധനനയ യോഗത്തിൽ തന്നെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി 25 ബേസിസ് പോയിന്റ് കുറച്ചുകൊണ്ട് റിപ്പോ നിരക്ക് 6.5 നിന്നും 6.25% ആക്കിയിരിക്കുന്നു. അല്ലെ, ഒരു അല്പം കൂടി ഫ്ലെക്സിബിൾ ആയി എന്ന് വേണം കരുതാൻ. കാരണം ശരിയാണ്. ശക്തികാന്ത ദാസ് സംസാരിക്കുന്ന സമയത്തെല്ലാം നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുമ്പോൾ പണപ്പെരുപ്പത്തിന് വല്ലാത്തൊരു ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ GDP വളർച്ചയേക്കാൾ ഉപരി ഒരല്പം കൂടി ഇൻഫ്ലേഷൻ ഒരു സ്ട്രെസ് കൊടുക്കുന്നതായിട്ട് കാണാം. എന്നാൽ ഇന്നത്തെ ഒരു പ്രസംഗം പരിശോധിക്കുമ്പോഴേക്കും വളരെ വ്യക്തമായിട്ട് തന്നെ ഒരല്പം കൂടി ഫ്ലെക്സിബിലിറ്റി ആയിട്ട്, അല്ലെ ഫ്ലെക്സിബിൾ ആയിട്ട് ആക്ട് ചെയ്യാൻ RBI തയ്യാറാകും. അതെ, അതിൽ എടുത്തു പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് പണപ്പെരുപ്പ് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും പണപ്പെരുപ്പ് നിരക്ക് കുറഞ്ഞു എന്നാണ് ധനനയ സമിതി വിലയിരുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും രാജ്യത്തിന് നമ്മളിപ്പോൾ അനില സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തികാന്ത ദാസിന്റെ വാക്കുകളിൽ ഏറ്റവും കൂടുതൽ മുഴച്ചു കേട്ടിരുന്നത് ഇൻഫ്ലേഷൻ 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 എന്നുള്ള ഒരു വാക്കുകളായിരുന്നു. അവിടെ നിന്നും പണപ്പെരുപ്പം മയപ്പെടുന്നു എന്നുള്ള ഒരു സൂചനയാണ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ചും ആഗോളതലത്തിൽ ഇത്രയധികം ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്, ഫോറക്സ് കുറയുന്നു എന്നൊക്കെ അടക്കമുള്ള നെഗറ്റീവ് ന്യൂസുകൾക്കിടയിലാണ് ഇത്തരത്തിൽ RBIയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ പോസിറ്റീവായിട്ടൊരു ന്യൂസ് വന്നിരിക്കുന്നത്. പണപ്പെരുപ്പത്തെ സംബന്ധിച്ച് പറയുമ്പോഴേക്കും എസ്റ്റിമേഷനിലടക്കം, അതായത് ഇപ്പോൾ 2026 ഫൈനാൻഷ്യൽ ഇയറിലെ ഒരു എസ്റ്റിമേഷൻ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ എസ്റ്റിമേറ്റ്സും RBIയുടെ ടോളറൻസ് ലെവലിലാണ് നിലനിൽക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ പ്രത്യേകം നോട്ടിഫൈ ചെയ്യേണ്ടുന്ന ഒരു ഫാക്ടറാണ്. അതിനോടൊപ്പം തന്നെ GDP സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിലും GDP-യിൽ ചില, അതായത് 2026 സെക്കൻഡ് ക്വാർട്ടറിൽ ഒരു കുറവ് വരുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും പൊതുവെ 6% എബോവ് ഒരു ത്രൂ ഔട്ട് ദ ഇയറിൽ ഒരു GDP എസ്റ്റിമേഷൻ ഉയർത്താനായിട്ട് RBI തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ജാസ്മിൻ, വിപണിയിലേക്ക് നോക്കുമ്പോഴേക്കും അത്തരത്തിലുള്ള ആ ഒരു പോസിറ്റീവ് നോട്ടുകളൊന്നും തന്നെ വിപണി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോഴേക്കും വലിയ തോതിലുള്ളൊരു സെൽ ഓഫ് ആണ് നമുക്ക് കാണുന്നത്. 23,000, ഒരുപക്ഷെ രാവിലെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 23,500 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട്. എന്നാൽ ഇപ്പോൾ പരിശോധിക്കുമ്പോഴേക്കും 23,462 എന്നുള്ള ഒരു നിലവാരത്തിൽ 141 പോയിന്റുകളുടെ ഒരു വലിയ ഫോൾ തന്നെ വിപണിയിലേക്ക് ഉണ്ടായിരിക്കും. ജാസ്മിൻ, അതിനോടൊപ്പം തന്നെ നമുക്ക് നോക്കുക, ചാർട്ട് പരിശോധിക്കുമ്പോഴേക്കും ആ കൃത്യം RBI ഗവർണറുടെ ഏകദേശം ഒരു പ്രസംഗം അവതരിപ്പിക്കാനായ സമയത്തോൾ തന്നെയായിരുന്നു ആദ്യമായിട്ട് ആ 23,000, ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ 23,500 എന്നൊരു ലെവലും കൈവിട്ടത് എന്നുള്ളതും പ്രത്യേകം പറയേണ്ടതാണ്. കാരണം കൃത്യം ഒരു 10:05 കൂടി ആ ഒരു നിലയൊക്കെ തന്നെ ബ്രേക്ക് ചെയ്യുന്നു. പിന്നീട് അവിടെ നിന്ന് ആ ഒരു പ്രഖ്യാപനങ്ങൾക്ക് ശേഷം വളരെ മിതമായ രീതിയിൽ, അല്ലെങ്കിൽ വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള നിന്ന വിപണിയിൽ നിന്നും തിരിച്ചൊരു കയറ്റം ഉണ്ടാകുന്നു. എസ്പെഷ്യലി ഇപ്പോൾ എടുത്തു പറയേണ്ടത് കൃത്യം 2:50 ശേഷമുള്ള ഒരു ഫോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 144 പോയിന്റുകളുടെ ഇടിവിലേക്ക് നയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഇന്ന് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് മേഖലകളിൽ ഒന്നായിട്ടുള്ള നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് 478 പോയിന്റുകളുടെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 49,903 എഗെയിൻ 50,000 എന്നുള്ള ഒരു മാർക്ക് ഒക്കെ തന്നെ കൈവിട്ടുകൊണ്ടാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരു പക്ഷേ ഈ നമ്പേഴ്സ് ഒക്കെ പറഞ്ഞ സപ്പോർട്ടും റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ പല ഡിസ്കസ് ചെയ്തപ്പോൾ പോലും 50,000 എന്നൊരു സൈക്കോളജിക്കൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ബാങ്കിന് സാധിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളൊക്കെ പറഞ്ഞൊരു പോസിറ്റീവ് നോട്ട്. പക്ഷേ ഇന്ന് ഇത്രയധികം പോസിറ്റീവായിട്ട് വന്നിട്ട് പോലും ബാങ്കിനെ സംബന്ധിച്ചിട്ട് അത്ര ഒരു, അല്ലെങ്കിൽ ആ ഒരു ബാങ്ക് ഓഹരിയിലെ നിക്ഷേപർ അത്ര ഹാപ്പി അല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 49,898 എന്നൊരു നിലയിലേക്കാണ് ഇപ്പോൾ ബാങ്ക് എത്തിയിരിക്കുന്നത്. നിലവിലത്തെ ഒരു ഡേ ലോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 49,888.95 എന്നൊരു ഡേ ലോയിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഏകദേശം ഡേ ലോയ്ക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. ഹൈലി വോളറ്റൈലാണ് ബാങ്ക്. മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ടത് ഫൈനാൻഷ്യൽ സർവീസ് മേഖലയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിലും 0.96% ഏകദേശം ഒരു 220-ലധികം പോയിന്റ്സിന്റെ ഒരു ഇടിവ് കാണുന്നുണ്ട്. ജാസ്മിൻ, ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു പ്രസംഗത്തിൽ പരിശോധിക്കുമ്പോഴേക്കും ഫിനാൻഷ്യൽ സെക്ടറിനൊക്കെ വലിയ തോതിലുള്ള ഒരു സ്ട്രെസ് ചെയ്യുന്നതായിട്ട് കാണാം. പ്രത്യേകിച്ചും സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ തട്ടിപ്പിനെതിരെ തീർച്ചയായിട്ടും ബാങ്കുകൾക്ക് ഒരു പ്രത്യേക കോഡ് അല്ലെങ്കിൽ പ്രത്യേക ഡൊമൈൻ സംവിധാനം ഒക്കെ തന്നെ വരുന്നതായിട്ടാണ് RBI ഗവർണർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, നമ്മൾ ഈ രാവിലെ മുതൽ തന്നെ നമ്മൾ വാദോരാതെ പറയുന്നുണ്ട് RBI
നിരക്ക് കുറച്ചു, അല്ലെങ്കിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചു. പക്ഷെ ഇത് സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് വരുന്നത് എന്ന് കൂടി നമുക്കൊന്ന് വളരെ പെട്ടെന്ന് നോക്കാം. അതായത് നിലവിൽ റിപ്പോ നിരക്ക് കുറച്ച് ഈ ഒരു നടപടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, ആളുകളുടെ വായ്പാ ഭാരം കുറയും, EMI കുറയും. പ്രത്യേകിച്ച് ഹോം ലോണ്, അത്തരത്തിലുള്ള ദീർഘകാല പരിധിയിൽ നിലനിൽക്കുന്ന ലോണുകളുടെ ഒരു EMI ഭാരം കുറയും എന്നുള്ളതാണ് വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത്. അവിടെയും ആളുകളുടെ ഡിസ്പോസിബിൾ ഇൻകത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റമുണ്ട്. തീർച്ചയായിട്ടും യൂണിയൻ ബഡ്ജറ്റിലടക്കം ധനമന്ത്രി നിർമ്മല സീതാരാമനും പറഞ്ഞത് ഇത് തന്നെയായിരുന്നു. ആളുകളുടെ ഒരു ഡിസ്പോസിബിൾ ഇൻകത്തിൽ ഉണ്ടാകുന്ന ഒരു വർധനവ്, ഇത് ആളുകളുടെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു വലിയ കാര്യം. ജാസ്മിൻ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ബഡ്ജറ്റിലും അതിനോടൊപ്പം തന്നെ RBI ഗവർണറും അത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കൺസംഷൻ കുറയുന്നു എന്നുള്ളൊരു പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡിസ്പോസിബിൾ ഇൻകത്തിൽ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഓൾറെഡി ഫിസ്ക്കൽ പോളിസിയിലെ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. RBIയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ അത്തരത്തിലൊരു പുഷാണ്, അല്ലെങ്കിൽ കൂടുതലൊരു പണം ആളുകളുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ പ്രത്യേകം ഓർക്കുക, അതായത് ഇപ്പോൾ ഒരുപക്ഷെ RBI റിപ്പോ റേറ്റ് കുറച്ചതിന് പിന്നാലെ തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു വളരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് എഫക്ട് പലിശ നിരക്കുകളിൽ ഉണ്ടാവുകയില്ല. ഹോം ലോൺ, അതിനോടൊപ്പം തന്നെയുള്ള മറ്റ് വായ്പകളിലൊന്നും തന്നെ ഇമ്മീഡിയറ്റ് എഫക്ട് ഉണ്ടാകില്ല. ബട്ട് സ്റ്റിൽ ഒരു ഷോർട്ട് ടേം പരിധി കഴിയുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ആ ഒരു വായ്പാ ഭാരം കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ പറയുന്നത്, നമ്മൾ കോർപ്പറേറ്റ്സിനെയും കൂടി ഇതിൽ ആഡ് ഓൺ ചെയ്ത് കാണേണ്ടതാണ്. കാരണം നിലവിൽ ഉയർന്ന പലിശ നിരക്ക് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കോർപ്പറേറ്റ്സിനെ സംബന്ധിച്ചിട്ട് വായ്പകൾ എടുക്കുന്നതിൽ, അല്ലെങ്കിൽ അവരുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. ഇത്തരത്തിലൊരു പലിശ നിരക്ക് കുറയ്ക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും കോർപ്പറേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പണം വായ്പ എടുക്കാനും അതുവഴി കൂടുതലൊരു ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിലേക്ക് കടക്കാനും തീർച്ചയായിട്ടും ഒരു മൾട്ടിപ്ലയർ എഫക്ട് തന്നെയായിരിക്കും വരാനിരിക്കുന്നത്. കാരണം മുന്നോട്ടേക്ക് പോകുമ്പോൾ കോർപ്പറേറ്റ്സിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ വായ്പ എടുക്കുക എന്നതും അവരുടെ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ്, ബിസിനസ് ആക്ടിവിറ്റീസ് വർദ്ധിക്കുകയും അതുവഴി കോർപ്പറേറ്റ് ഏർണിംഗ്സും ഇപ്പോൾ ഒരുപക്ഷെ ഡിസംബറിലെയും അതിനോടൊപ്പം തന്നെ സെപ്റ്റംബർ ക്വാർട്ടറിലെയും കോർപ്പറേറ്റ് ഏർണിംഗ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും ഒരല്പം മ്യൂട്ടഡ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ അടുത്ത ഒരു സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുമ്പോഴേക്കും കൂടുതലായിട്ട് ബിസിനസ് ആക്ടിവിറ്റി വരികയും കോർപ്പറേറ്റ് ഏർണിംഗ്സ് മെച്ചപ്പെടാനുള്ള ഒരു വഴിയും കൂടെയാണ് RBI ഇപ്പോൾ നടപടിയിലൂടെ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അനില സൂചിപ്പിച്ചതുപോലെ തന്നെ ദാറ്റ് സോ കോൾഡ് എഫക്ട് നമുക്ക് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് കോമൺ മാൻ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ RBI ഈടാക്കുന്ന ഒരു പലിശ ആണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. ഇതിലാണ് മാറ്റം വരുന്നത്. സ്വാഭാവികമായിട്ടും റിപ്പോ നിരക്ക് 0.25% ഒരു കുറച്ച് എന്നുള്ള ഒരു നടപടിയിൽ കൂടി ബാങ്കുകൾ വിതരണം ചെയ്യുന്ന ഭവന വായ്പകൾ, അതോടൊപ്പം തന്നെ വാഹന വായ്പ, വിദ്യാഭ്യാസ വായ്പ, കാർഷിക വായ്പ, സ്വർണ്ണ വായ്പ, മറ്റ് പേഴ്സണൽ ലോൺസ് എന്നിവയുടെ ഒക്കെ തന്നെ ഒരു പലിശ ഭാരം ഒരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം കുറയുകയാണ് എന്നുള്ളതാണ് ഇവിടെ ഇത്രത്തോളം ഇന്ന് വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു നിരക്ക് കുറയ്ക്കലിലൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇതിന്റെ ഒരു എഫക്ട് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നലെ റിപ്പോ നിരക്ക് കുറിച്ച് നാളെ തന്നെ നമ്മുടെ പലിശയിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നൊന്നും ചിന്തിച്ച് കളയരുത്. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ആനുപാതികമായിട്ട് അത്തരത്തിലുള്ള ഒരു റിഫ്ലക്ഷൻസ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും നമ്മൾ മാർക്കറ്റിലേക്ക് കൂടി ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ അനില മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിലും ഒക്കെ തന്നെ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 1% എസ്പെഷ്യലി ഈ ഒരു മേഖലയിൽ ഇന്ന് ബാങ്കിംഗ് ഓഹരികൾ തന്നെയാണ് ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നത്. SBI 2.5% ഇടിവിലേക്ക് പോയിരിക്കുന്നു. ശ്രീറാം ഫിനാൻസ് 1.92% ഇടിവിലാണ്. ICICI ബാങ്ക് 1.5%, ചോളമണ്ഡലം ഫിനാൻസ് 1.25%, HDFC ബാങ്ക് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട HDFC ബാങ്ക് 1% ഇടിവിലേക്ക് പോയിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലീഡിംഗ് നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പം ജാസ്മിൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു റിപ്പോ റേറ്റ് ഹോം ലോണിനെ അടക്കം ബാധിക്കും. ഒരുപക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ സാധിക്കുക ആ ഒരു മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. സോ ഇന്ന് മൈഫിൻ ടിവിയുടെ RBI പൾസിന്റെ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഗസ്റ്റായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് പെരിന്തൽമണ്ണയിലെ MDയും ഒപ്പം തന്നെ SBIയുടെ AGMുമായിട്ടുള്ള ശ്രീ PD ശങ്കരൻ നാരായണൻ സാറിനാണ്. സർ, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് ആഫ്റ്റർനൂൺ. സർ, ഇന്നിപ്പോൾ തീർച്ചയായിട്ടും RBI താങ്കൾ ഇപ്പോൾ നിലവിൽ ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. RBIയുടെ യോഗത്തിൽ തീരുമാനങ്ങൾ എത്തിയിരിക്കുകയാണ്. റിപ്പോ റേറ്റ് കുറച്ച് നൽകിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണക്കാരന് വേണ്ടി തന്നെയാണ് ചോദിക്കുന്നത്. സോ ഒരു റിപ്പോ റേറ്റ് എങ്ങനെയാണ് ഒരു സാധാരണക്കാരനെ ബാധിക്കുക, അതിനോടൊപ്പം തന്നെ എന്താണ് ഈ റിപ്പോ റേറ്റ് എന്നൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. റിപ്പോ റേറ്റ് എന്നുള്ളതിനെ പറ്റിയിട്ട് ആദ്യം പറയാം. ബാങ്കുകള് അവർ വാങ്ങിക്കുന്ന നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം, ഇപ്പൊ 18%, ഇത്
കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇറക്കുന്ന കടപ്പത്രങ്ങൾ, സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും പണം സംഭരിക്കുന്നത് കടപ്പത്രങ്ങൾ ഇറക്കിയിട്ടാണ്. ഈ കടപ്പത്രങ്ങളിൽ നിർബന്ധമായിട്ടും നിക്ഷേപിച്ചു വച്ചിരിക്കണം. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ബാങ്കിന് എന്തെങ്കിലും ഒരു ലിക്വിഡിറ്റി പ്രശ്നം, ഒരു അബദ്ധം വരുന്ന സമയം വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫാൾ ബാക്ക് മെക്കാനിസം എന്നുള്ള നിലയിൽ എടുത്തു വച്ചിരിക്കണം. അതിനേക്കാൾ കൂടുതൽ എടുത്തു വച്ചിരിക്കുന്ന സെക്യൂരിറ്റികൾ പെട്ടെന്ന് ഒരു ദിവസത്തെ ഒരു ആവശ്യം വരുന്നു, അല്ലെങ്കിൽ 2 ദിവസത്തെ ആവശ്യം വരികയാണെങ്കിൽ ഈ സെക്യൂരിറ്റി ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ റിസർവ് ബാങ്കിന് പണയം കൊടുത്ത് അതിൽ നിന്ന് കൈക്കൊള്ളുന്ന വായ്പയാണ് റിപ്പോ. അതിന്റെ നിരക്കാണ് റിപ്പോ റേറ്റ്. റീപർച്ചേസ് എന്ന് പറയും. റിസർവ് ബാങ്ക് ആണ് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതിനെ റീപർച്ചേസ് ചെയ്തിട്ട് ഒരു ദിവസത്തേക്ക് മറ്റേ റീപർച്ചേസ് ചെയ്ത് ബാങ്കുകൾക്ക് പണം കൊടുക്കുന്നു. പക്ഷെ അതിനൊരു പലിശ ഈടാക്കും. അതാണ് റിപ്പോ റേറ്റ്. യഥാർത്ഥത്തില് റിപ്പോയിൽ എടുക്കുന്ന തുക ബാങ്കുകളുടെ മൊത്തം ആസ്തിയോ മൊത്തം ബാധ്യതയോ നോക്കുമ്പോൾ റിപ്പോയിൽ നിന്ന് ബാങ്കുകൾ കൈക്കൊള്ളുന്ന കടത്തിന്റെ തുക വളരെ 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 മിനിസ്ക്യൂൾ, ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനുള്ള മറ്റുള്ള ചെറിയ തുകയേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ റേറ്റിലെ ഇന്നിപ്പോ 25 ബേസിസ് പോയിന്റ്സ് ശതാംശം കുറച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ലോണുകൾക്ക്, വായ്പകൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്ക് കുറയും എന്ന് പറയുന്നത് എന്ന് അതിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. മുൻപ് ബാങ്കുകൾ റേറ്റ് നിശ്ചയിക്കുന്നു. റിസർവ് ബാങ്ക് ചില ഇൻഡിക്കേഷൻസ്, സൂചനകളാണ് കൊടുത്തിരിക്കുന്നത്. റിസർവ് ബാങ്ക് റേറ്റ് കുറച്ചാൽ ബാങ്കുകളും റേറ്റ് കുറച്ചിരിക്കണം എന്നുള്ള ഒരു സൂചന കൊടുക്കുകയാണ്. ഈ സൂചന പലപ്പോഴും ബാങ്കുകൾ അനുസരിക്കാതെയായി. അങ്ങനെ വന്നപ്പോൾ 2019 ഒക്ടോബർ മുതൽ റിസർവ് ബാങ്ക് 1 മുതൽ റിസർവ് ബാങ്ക് പറഞ്ഞു, ഇനി നിങ്ങളുടെ പലിശ നിരക്ക് ബാഹ്യ നിരക്കുകളുമായി ബന്ധിപ്പിക്കണം. ഇന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റിപ്പോ നിരക്ക്, അല്ലെങ്കിൽ 3 മാസത്തെ ട്രഷറി ബിൽ, അതും ഈ കടപ്പത്രത്തിന്റെ വേറെ രൂപമാണ്, ഷോർട്ട് ടൈം ആണെന്ന് മാത്രം, ടേബിൾ, അല്ലെങ്കിൽ 6 മാസത്തെ ടേബിൾ, അതല്ലെങ്കിൽ FBIL എന്ന് പറഞ്ഞിട്ട് ഈ ബെഞ്ച് മാർക്ക് റേറ്റുകൾ നൽകുന്ന ഒരു സ്ഥാപനമുണ്ട്. അവർ നൽകുന്ന ഏതെങ്കിലും ഒരു റേറ്റുമായിട്ട് ബന്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. അതിൽ ഈ T-ബില്ലിന്റെ റേറ്റും FBILന്റെ മറ്റു റേറ്റുകളും എല്ലാം വളരെ വോളറ്റൈലും പെട്ടെന്ന് വളരെ ഇൻട്രസ്റ്റിക് ആണ്, സങ്കീർണമാണത്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ബാങ്കുകളും അവരുടെ റേറ്റ് ബന്ധിപ്പിച്ചിരിക്കുന്നത് റിപ്പോ റേറ്റുമായിട്ടാണ്. റിപ്പോ റേറ്റിന്റെ കൂടെ അവരുടെ ക്രെഡിറ്റ് റിസ്ക് പ്രീമിയം, ഈ വായ്പ കിട്ടാതായി കഴിഞ്ഞാൽ അതൊരു റിസ്ക് ആണ്. ആ റിസ്കിന് ഒരു പ്രീമിയം ചുമത്തുന്നുണ്ട് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഇടപാടുകൾക്ക് വരുന്ന ചെലവ്, ഒരു ചെറിയ സ്പ്രെഡ് ലാഭം ഉണ്ടാക്കുന്നത് അതിൽ നിന്നാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആണ് എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലിങ്ക്ഡ് റേറ്റ് ഉണ്ടാക്കുന്നത്, EBLR എന്ന് പറയും. പക്ഷെ അതിലൊരു 2-3 ഘടകങ്ങളുള്ളത്. ഈ ക്രെഡിറ്റ് റിസ്ക് പ്രീമിയം ഉപഭോക്താവിന്റെ, വായ്പക്കാരന്റെ ക്രെഡിറ്റ് പ്രൊഫൈലിൽ, ക്രെഡിറ്റ് സ്വഭാവത്തിൽ, സാമ്പത്തികാവസ്ഥയിൽ വ്യത്യാസം വന്നാൽ മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ. വെറുതെ മാറ്റാൻ പറ്റില്ല. അതുപോലെ ഇടപാടുകളുടെ ഘടകം, ഇടപാട് ചെലവിന്റെ ഘടകമായിട്ടുള്ള ഭാഗം 3 കൊല്ലത്തിൽ ഒരിക്കലേ മാറാൻ കഴിയുള്ളൂ. അതേ സമയത്ത് EBLR ഓരോ 3 മാസം റീസെറ്റ് ചെയ്യുകയും വേണം. അതിലെ പ്രധാന ഭാഗം റിപ്പോ റേറ്റ് ആണ്. അതുകൊണ്ട് റിപ്പോ റേറ്റിനേക്കാൾ ഇത്ര ശതമാനം, 0.5% ഇടപാട് ചെലവ്, 0.25% ക്രെഡിറ്റ് റിസ്ക് പ്രീമിയം എന്നെല്ലാം വയ്ക്കുകയാണെങ്കിൽ റിപ്പോ റേറ്റ് 6.5 ആകുമ്പോൾ 6.5-ഉം 0.25, 6.25-ഉം 50 ബേസിസ് പോയിന്റ് വെച്ച് 7.25 ആയിരിക്കും EBLR. ഇത് അറൈവ് ചെയ്തതിൽ നിന്നാണ് റിപ്പോ റേറ്റിൽ 25 ബേസിസ് പോയിന്റ് ശതാംശം 0.25% കുറയ്ക്കുന്നത്. അങ്ങനെ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ റേറ്റ് കുറയും. കാരണം പ്രധാന ഘടകം റിപ്പോ റേറ്റ് ആണ്, അത് കുറഞ്ഞു വരും. അതുകൊണ്ടാണ് വായ്പകൾക്ക് റേറ്റ് കുറയും എന്ന് പറയുന്നത്. ഇനി വേറൊരു ചോദ്യം ചോദിച്ചത്, സാധാരണക്കാരന്റെ വായ്പകൾക്ക് ഇത് ബാധിക്കുമോ, എങ്ങനെയാണ് ബാധിക്കുക എന്നാണ്. എല്ലാ സാധാരണക്കാരുടെയും വായ്പകൾക്ക് ഇത് വരില്ല. വ്യക്തിഗത വായ്പകൾ, അതായത് ഭവന വായ്പ, വാഹന വായ്പ, വ്യക്തിഗതമായിട്ടുള്ള ശമ്പളത്തിന് അഗേൻസ്റ്റ് ആയിട്ടൊക്കെ എടുത്തിട്ടുള്ള പേഴ്സണൽ ലോൺസ്, ചെറുകിട മധ്യനിര സൂക്ഷ്മ വ്യവസായങ്ങൾ, ഈ 2 ഈ റേറ്റ് കട്ട് കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. ഹൗസിംഗ് ലോണിന് കുറയും, കാർ ലോണിന് കുറയും, പേഴ്സണൽ ലോണിന് കുറയും. MSMEകൾ,
സൂക്ഷ്മ ചെറുകിട മധ്യതര വ്യവസായങ്ങൾ എടുത്തിട്ടുള്ള വായ്പകൾക്ക് 25 ബേസിസ് പോയിന്റ്സിന്റെ കുറവ് സ്വാഭാവികമായിട്ടും വരും. കാരണം അതെല്ലാം EBLR റേറ്റിലാണ് പോകുന്നത്, എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലിങ്ക്ഡ് റേറ്റിലാണ് പോകുന്നത്. ഇതിൽ മുഴുവൻ സാധാരണക്കാരനാണെന്ന് പറയുക വയ്യ. മധ്യനിര വ്യവസായം നടത്തുന്ന ആള് കോടികൾ 500ഓളം കോടി ആണ് ഒരു വർഷം ഇടപാടുണ്ട്, അത് സാധാരണക്കാരനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വിട്ടുപോകുന്ന ഒരു സാധാരണക്കാരൻ ഇതിനിടയിലുണ്ട്, അതാണ് കർഷകർ. കർഷകരുടെ വായ്പകൾക്ക് ഇതുകൊണ്ട് ഇളവൊന്നും ലഭിക്കുന്നുമില്ല. ഇതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഒപ്പം തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വായ്പ പലിശ ഇനത്തിൽ ഒരു ഭാരം കുറയുമെന്ന്. അങ്ങനെ നോക്കുകയാണ് ഒരു ബാങ്കിന്റെ പെർസ്പെക്റ്റീവിലേക്ക് പറയുമ്പോഴേക്കും അവരുടെ വരുമാനത്തിലൊരു കുറവ് വരാനുള്ള ഒരു സാധ്യതയില്ലേ? പലിശ വരുമാനത്തിലൊരു സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. റിപ്പോ റേറ്റ് ഇപ്പൊ ഇന്ന് മുതൽ കുറച്ചു, വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്നാണ്. ഇന്ന് മുതൽ കുറച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ EBLR റീസെറ്റ് ചെയ്തേ പറ്റൂ. അതായത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തിങ്കളാഴ്ച മുതലെങ്കിലും പലിശ വരുമാനത്തിൽ കുറവുണ്ടാവും, പലിശ കുറച്ചേ പറ്റൂ. അതേസമയം നിക്ഷേപങ്ങൾക്ക് കൊടുക്കുന്ന നിരക്ക് പലിശ അത് കുറയ്ക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും കുറയും. വായ്പകളുടെ പലിശ കുറയുമ്പോൾ നിക്ഷേപങ്ങളുടെ പലിശ നിരക്കും കുറയും. പക്ഷെ അത് ഇഫക്റ്റീവ് ആവുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അടുത്ത തവണ പുതുക്കാറാവുമ്പോഴേ അത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതുവരെ നിലവിലുള്ള റേറ്റ് കുറയും. അതുകൊണ്ട് ബാങ്കുകളുടെ ലാഭക്ഷമതയിൽ ഒരു അല്പം കുറവ് വരും. അതുകൊണ്ടാണ് ഇന്ന് മുമ്പ് പ്രസന്റർ വാർത്താ വായനക്കാര് പറഞ്ഞ പോലെ തന്നെ ഇന്ന് ബാങ്ക് നിഫ്റ്റി താഴോട്ട് പോയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി മാത്രമല്ല കേട്ടോ, ഈ 25 ബേസിസ് പോയിന്റ്സിന്റെ കട്ട് 50 ബേസിസ് പോയിന്റ്സിന്റെ കട്ടാണ് പ്രതീക്ഷിച്ചിരുന്ന പലരും. 25 പരസ്യമായി പറഞ്ഞത്, 50 രഹസ്യമായി ആഗ്രഹിച്ചിരുന്നത്. അതിനനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ബോണ്ട് ഈൽഡ് സാധാരണ നിലയ്ക്ക് പലിശ നിരക്ക് കുറയുമ്പോൾ ബോണ്ടിന്റെ ഈൽഡ് കുറയുകയാണ് ചെയ്യുക, വില കൂടുകയാണ് വേണ്ടത്. ഇന്ന് ബോണ്ടിന്റെ ഈൽഡ് മുകളിലേക്ക് പോയി. സെൻസെക്സ് ഇടിഞ്ഞു, നിഫ്റ്റി ഇടിഞ്ഞു, ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞു, സ്മാൾ ക്യാപ് താഴോട്ട് വന്നു, മിഡ് ക്യാപ് താഴത്തേക്ക് വന്നു, രൂപ പോലും താഴത്തേക്ക് വന്നു. ഇതെല്ലാം സംഭവിച്ചത് ഈ 25 ബേസിസ് പോയിന്റ്സിന്റെ കട്ട് യഥാർത്ഥത്തിൽ വേണ്ട രീതിയിലുള്ള ഒരു വളമിടൽ സാമ്പത്തിക മരത്തിന്റെ ചുവട്ടിൽ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം ഇൻഫ്ലേഷൻ റേറ്റ് അതുപോലെ നിൽക്കുന്നു. ഇൻഫ്ലേഷൻ റേറ്റിനെ കുറിച്ചിട്ട്, പണപ്പെരുപ്പത്തിന്റെ വലിപ്പത്തിനെ കുറിച്ചിട്ടോ വലുതാവുന്നതിനെ കുറിച്ചിട്ടോ ചെറുതാവുന്നതിനെ കുറിച്ചിട്ടോ വ്യക്തമായ ധാരണ ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് പറഞ്ഞത് ഞങ്ങൾ ഇതിന്റെ 3 സ്റ്റാൻസ് എടുക്കാം, പണനയത്തിലെ 3 സ്റ്റാൻസ് എടുക്കും. ഒന്ന് അക്കോമഡേറ്റീവ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കാനുള്ള സാധ്യതയാണ് എന്ന് സൂചിപ്പിക്കുന്ന അക്കോമഡേറ്റീവ് സ്റ്റാൻസ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടാനുള്ള സാധ്യതയാണെന്ന് കാണിക്കുന്ന കാലിബ്രേറ്റഡ് സ്റ്റാൻസ്. 3 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം സന്ദർഭാനുസരണം എന്നതിനുള്ള ന്യൂട്രൽ സ്റ്റാൻഡ്. RBI ഗവർണർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻസ് ന്യൂട്രൽ ആയിട്ട് തുടരും എന്ന്. കാരണം ഇപ്പോൾ തൽക്കാലത്തേക്ക് കണ്ട ഈ കുറച്ചിൽ, ഇൻഫ്ലേഷൻ റേറ്റിലെ ഈ കുറച്ചിൽ സ്ഥായിയായിട്ട് നിൽക്കുമോ എന്ന് ഉറപ്പില്ല. 4.6 ആദ്യത്തെ പാദവർഷം 26 സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ ഏപ്രിൽ ടു ജൂൺ കണ്ടിരുന്നത് 4.6. അത് 4.5 ആയിരിക്കും എന്നൊരു അനുമാനം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷമുള്ളത് മുൻ അനുമാനങ്ങളിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കട്ട് സ്ഥായിയാണെന്ന് പറയാൻ കഴിയില്ല. അതേസമയം ബാങ്കുകളുടെ ലാഭക്ഷമതയെ ബാധിക്കുകയും ഒരു പരിധി വരെ ബാധിക്കുകയും ചെയ്യും. പക്ഷെ എന്നാലും ബാങ്കുകളൊക്കെ ഒരുവിധം നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഒരിക്കലും ബാങ്കുകളൊന്നും നഷ്ടത്തിൽ പോകാനുള്ള ബുദ്ധിമുട്ടൊന്നും ഈ 25 ബേസിസ് പോയിന്റ്സിന്റെ കട്ടുകൊണ്ട് ഉണ്ടാവാനും പോണില്ല. മാർക്കറ്റ് വിചാരിച്ചതിന്റെ അത്രയും വന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റുകൾ ഇടിഞ്ഞത്. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത ലെവലിലേക്കുള്ള ഒരു റേറ്റ് കട്ട് ഉണ്ടാകാത്തത് തീർച്ചയായിട്ടും വിപണിക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും അനിൽ, അതായത് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഷോയിൽ അടുത്തൊരു ഗസ്റ്റും കൂടെ ഉണ്ട്. ഈ ഡിസ്കഷനിൽ നമ്മുടെ അടുത്തൊരു ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നത് കേരള ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റ് മെമ്പർ VK പ്രസാദ് സാറാണ്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു.
ഏതായാലും കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് RBIയുടെ ഭാഗത്ത് നിന്ന് ഒരു റേറ്റ് കട്ട് എന്നുള്ള ഒരു നിലയിലേക്കുള്ള ഒരു നടപടി ഉണ്ടാകുന്നത്. അതായത് ഇത്രയും നാളൊരു റേറ്റ് കട്ടിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിട്ടും ഇൻഫ്ലേഷൻ സഹനപരിധിക്കുള്ളിൽ നിലനിൽക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. MPCയുടെ റേറ്റ് കട്ട് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നാണ് താങ്കൾ കരുതുന്നത്? ഇതിലുള്ളൊരു പ്രശ്നം, ഇൻഫ്ലേഷൻ 5 വർഷമായിട്ട് കുറയാത്ത രീതിയിൽ ഒരു ടോളറൻസ് ലിമിറ്റ് നിൽക്കാത്തത് കൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് റേറ്റ് കട്ട് ഉണ്ടാവാത്തത്. ഇൻഫ്ലേഷൻ കുറയാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് മോണിറ്ററി പോളിസിയുടെ പരിധിയിൽ നിൽക്കുന്നൊരു കാര്യമല്ല. ഇൻഫ്ലേഷനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാമല്ലോ പണപ്പെരുപ്പം ആണ്, വിലക്കയറ്റം ആണ്. വിലയെ നിർണ്ണയിക്കുന്നതിൽ വാസ്തവത്തിൽ മണി സപ്ലൈ എന്നുള്ളതിന് തീർച്ചയായിട്ടും അതിന് നിർണായകമായ ഒരു പങ്കുണ്ട് എന്ന് വരികിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സാധാരണഗതിയിൽ നമുക്കറിയുന്നത് പോലെ ഡിമാൻഡ് കൂടുമ്പോഴാണ് പ്രൈസ് റൈസ് ഉണ്ടാവുക, അതുപോലെ ഇൻഫ്ലേഷൻ കൂടുക. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായിട്ട് സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യയിൽ ആ രൂപത്തിൽ ഡൊമസ്റ്റിക് ഡിമാൻഡ് കാര്യമായി വർദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ബജറ്റിൽ ഇൻകം ടാക്സിൽ പരിധി അടക്കം ലിബറലൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ പണം മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ കൺസംഷൻ കൂട്ടുന്നതിനും ഉള്ള നടപടികൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഭാഗം മാത്രമാണ്. നമ്മൾ കാണുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിൽ ഒക്കെ സപ്ലൈ ഡിമാൻഡ് ഫാക്ടേഴ്സിനെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിച്ചാൽ പോലും ഇൻഫ്ലേഷൻ കുറയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയുന്നത് പോലെ ഗവൺമെൻറ്റിൻ്റെ വിപണിയിലെ ഇടപെടൽ മുമ്പുണ്ടായിരുന്ന രൂപത്തിൽ ഫലപ്രദമാവുന്നില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെടുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എനിക്ക് പറയാനുള്ളത് ഭക്ഷ്യവിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ. മുമ്പ് ഭക്ഷ്യവിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെട്ടിരുന്നത് അവിടെ സബ്സിഡി വർദ്ധിപ്പിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒക്കെയായിരുന്നു. ഇപ്പോൾ അത് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വില കുറയുന്നില്ല. അപ്പോൾ ഇവിടെ ഒരേ സമയം വിലക്കയറ്റം പിടിച്ച് നിർത്താൻ പറ്റാത്തൊരു അവസ്ഥ വരികയും, എന്നാൽ അതേസമയം മറുവശത്ത് ഗ്രോത്തിൽ ഒരു ഇടിവ് സംഭവിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഇന്ത്യയിൽ ഇപ്പോൾ വീണ്ടും തലപൊക്കുന്നുണ്ട്. ഈ പ്രതിഭാസത്തിൻ്റെ പേര് ഇക്കണോമിക്സിൽ സ്റ്റാഗ്ഫ്ലേഷൻ എന്നാണ്. അപ്പോൾ ആ തരത്തിലൊരു സ്റ്റാഗ്ഫ്ലേഷൻ്റെ വക്കിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മോണിറ്ററി പോളിസിയിൽ ഉണ്ടാകുന്ന ഈ കുറവ് അത് ഒരു ലാർജർ ഡയമെൻഷനിൽ കൂടുതൽ വിപുലമായ ഒരു പശ്ചാത്തലത്തിൽ നോക്കിയാൽ രാജ്യത്തൊട്ടാകെയുള്ള സമ്പദ് വ്യവസ്ഥയെ കാര്യമായ തോതിൽ സഹായിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ 5 വർഷത്തിന് ശേഷം ഈ പറയുന്ന ഒരു റേറ്റ് കട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ളത്? വാസ്തവത്തിൽ അതിൽ മറ്റെല്ലാ ഘടകങ്ങളും പരിഗണിക്കുമ്പോഴും അവഗണിക്കാൻ കഴിയാത്തൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ആ ഘടകം മറ്റൊന്നുമല്ല, അന്തർദേശീയ വിപണിയിൽ വന്നിട്ടുള്ള കുറേയധികം മാറ്റങ്ങൾ. ആ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയ്ക്ക് ഡോളറിൻ്റെ റേറ്റ് കട്ട്, ഡോളറിൻ്റെ റേറ്റിൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് വരുത്തിയ കുറവാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഒരു പോളിസിയിൽ മാറ്റം വരാൻ പോകുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിപ്പോൾ മോണിറ്ററി പോളിസിയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരത്തെ നടത്തിപ്പോയ റേറ്റ് കട്ട്സ് അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ടാക്കിയ ചലനം, ആ ചലനങ്ങൾക്കൊത്ത് ഇന്ത്യൻ വിപണി നിലനിൽക്കണം, ഇന്ത്യൻ വിപണിക്ക് ചലിക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ള ഒരു ഘടകം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അർത്ഥ മനസ്സോടുകൂടിയാണെങ്കിലും ഒരു 0.25% റേറ്റ് കട്ടിന് റിസർവ് ബാങ്ക് നിർബന്ധിതമായിരിക്കുന്നത്. സർ, അതിനകത്തൊരു ആഡ് ഓൺ പോയിന്റ് എനിക്കുള്ളത്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലാതെ മറ്റെന്തെല്ലാം മാർഗങ്ങളിലൂടെ ഈ RBIക്ക് ഒരു ഇൻഫ്ലേഷൻ പരിധിയിലാക്കാൻ കഴിയും അപ്പാർട്ട് ഫ്രം റേറ്റ് കട്ട്? RBIയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, RBIയെ സംബന്ധിച്ച് അവരുടെ കൈവശമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം മോണിറ്ററി പോളിസി എന്ന ടൂൾ ആണ്. മോണിറ്ററി പോളിസിയിലൂടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഈ തരത്തിൽ ലിക്വിഡിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് വിപണിയിൽ നടത്തുന്ന ഇടപെടലിലൂടെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ ഉള്ള ഒരു സാധ്യത, അതാണ് RBIയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ വാസ്തവത്തിൽ വിലക്കയറ്റം എന്ന മാക്രോ ഇഷ്യൂവിനെ, കൂടുതൽ വലിയ ഇഷ്യൂ, ആ കാര്യത്തിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിന് ഉള്ളതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ കൂടുതലായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ വേറെയുണ്ട്. അത് കൂടുതൽ വിശാലമായ സമ്പദ് വ്യവസ്ഥയുടെ ആകെ പ്രശ്നങ്ങളാണ്.
അതിൽ വാസ്തവത്തിൽ ഇടപെടേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അതിനുള്ള ഏറ്റവും ശക്തമായൊരു ടൂൾ ഉണ്ട്, ഫിസ്ക്കൽ പോളിസി. ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഫിസ്ക്കൽ പോളിസി കനോട്ട് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിക്ക് ലിമിറ്റഡ് ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഫിസ്ക്കൽ പോളിസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അത് വളരെ വിശാലമായ രൂപത്തിൽ അത് ഗവൺമെൻറ് ഏതെല്ലാം തരത്തിൽ ഇടപെടാം. ഡെഫിസിറ്റ് ഫിനാൻസിങ്ങിന് പോകാം, അല്ലെങ്കിൽ സബ്സിഡി വർദ്ധിപ്പിക്കാം, അതല്ലെങ്കിൽ ഈ പറയുന്ന പൊതുവിതരണ സംവിധാനം വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ വേണ്ട നടപടികളെടുക്കാം, സപ്പോർട്ട് പ്രൈസ് വർദ്ധിപ്പിക്കാം, അങ്ങനെ മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങളുടെ സപ്ലൈ കൂട്ടാം. അതുപോലെ ഡിമാൻഡാണ് പ്രശ്നമെങ്കിൽ ഡിമാൻഡ് കൂട്ടുന്ന രൂപത്തിൽ നേരത്തെ പറഞ്ഞ ഇൻകം ടാക്സിൻ്റെ ബെനിഫിറ്റിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ മറ്റനവധി നടപടികൾ, കൂടുതൽ ജനങ്ങളിലേക്ക് പണം എത്തിക്കാനുള്ള അനവധി നടപടികൾ, ഇൻഫ്ലേഷൻ കുറവാണ് എങ്കിൽ. അപ്പോൾ ഈ രൂപത്തിൽ എങ്ങനെ ഇടപെടണമെങ്കിലും അതിനുള്ള കൂടുതൽ ശക്തമായ കൂടുതൽ ഫലപ്രദമായ ഒരായുധം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണുള്ളത്. അത് ഫിസ്ക്കൽ പോളിസിയാണ്. അപ്പോൾ റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം റെഗുലേറ്ററി ഫങ്ഷനോടൊപ്പം ഉള്ള മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയ്ക്ക് അവരുടെ കൈവശമുള്ള ശക്തമായ ആയുധം എന്ന് പറയുന്നത് മോണിറ്ററി പോളിസി ആണ്. സർ, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചിരുന്നത് ഫിസ്ക്കൽ പോളിസിക്കാണ് ഒരു പക്ഷേ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്ന അല്പം കൂടി ശക്തി എന്ന് താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് അതിനോട് തന്നെ ആഡ് ഓൺ ചെയ്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം റിപ്പോ റേറ്റ് കുറയുന്നതിനനുസരിച്ച്, അതായത് അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ കൂടെ ഗസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, റിപ്പോ റേറ്റ് കുറയുമ്പോൾ അതിന് ആനുപാതികമായിട്ടൊരു കുറവ് ഡിപ്പോസിറ്റ്സിൽ, ബാങ്കുകൾ നൽകുന്ന ലോണിലും അതുപോലെ തന്നെ ഡിപ്പോസിറ്റിലും കുറവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന്. ഒരുപക്ഷെ ശക്തികാന്ത ദാസിന്റെ കാലത്ത്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബർ മാസത്തെ ഒരു മീറ്റിംഗ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം എടുത്തു വന്നൊരു കൺസേൺ എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് നിക്ഷേപം അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് ഉയർന്ന പലിശ നിരക്ക് നിക്ഷേപങ്ങൾക്ക് നൽകിയപ്പോൾ പോലും ബാങ്കുകൾക്ക് മറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനെ അപേക്ഷിച്ച്, ഇപ്പം മ്യൂച്വൽ ഫണ്ട്സിലേക്കാൾ മറ്റ് മാർഗങ്ങളിലേക്കാണ് കൂടുതലായിട്ട് നിക്ഷേപങ്ങൾ പോയിക്കൊണ്ടിരുന്നത്, ബാങ്കുകൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ പലിശ നിരക്ക് കുറച്ചിരിക്കുകയാണ്, സ്വാഭാവികമായിട്ടും നിക്ഷേപത്തിന്റെ പലിശയും കുറയും. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ബാങ്കുകളിലേക്ക് പണം എത്തുന്നതിനൊരു തടസ്സമാവുകയല്ലേ ചെയ്യുന്നത്? ആ അർത്ഥത്തിൽ അതെ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന നിക്ഷേപങ്ങളാണ്. ആ നിക്ഷേപങ്ങളിൽ വലിയൊരു പങ്ക്, ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ ശരാശരി കണക്കാക്കുമ്പോൾ കാസ എന്ന് പറയാവുന്ന ഏതാണ്ട് 40%. ബാക്കി 60% നിക്ഷേപങ്ങൾ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ബെയറിംഗ് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകളാണ്. അപ്പോൾ ആ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ പലിശ നിരക്ക് കുറയുമ്പോൾ ഒരു ചലഞ്ച് വരാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു സ്റ്റാൻഡ് അലോൺ പ്രശ്നമല്ല. അതെന്താണെന്ന് വെച്ചാൽ ആകെ വിപണിയിൽ ബാങ്കുകളിൽ നിന്ന് കിട്ടുന്ന പലിശയും മറ്റ് സ്രോതസ്സുകളിൽ നിന്ന്, മറ്റ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, ഇത്തരത്തിൽ മറ്റ് മേഖലകളിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, ഈ റിട്ടേണുകളും തമ്മിൽ ഉള്ള ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസിൽ ആ സന്തുലിതാവസ്ഥ തെറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കുകളെ ദോഷകരമായിട്ട് ബാധിക്കും. പക്ഷെ അവിടെ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ബാങ്കുകളിലെ പലിശ നിരക്ക് ഇത്തരത്തിലുള്ളൊരു പോളിസി ഇൻ്റർവെൻഷൻ്റെ ഫലമായി കുറയുമ്പോൾ ആ പോളിസിയുടെ കാസ്കേഡിങ് എഫക്റ്റ് മറ്റ് മേഖലകളിലും വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഈ പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് പലിശ നിരക്കുകൾ കുറയ്ക്കും, പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ പലിശ നിരക്കുകൾ കുറയ്ക്കും. അപ്പോൾ അത്തരത്തിൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ റിസർവ് ബാങ്കിനോ ഇടപെടാവുന്ന മേഖലകളിൽ ആ കുറവ് വരും. പക്ഷേ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള മേഖലകൾ, സ്റ്റോക്ക് മാർക്കറ്റ് നമുക്കറിയാമല്ലോ പൂർണ്ണമായിട്ടും ഊഹാധിഷ്ഠിതമായ ഒന്നാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ലാഭനഷ്ടങ്ങൾ അതും ഇതുമായിട്ടുള്ള ഒരു ബാലൻസ് എന്ന് പറയുന്നത് ഇത് ഒരു പക്ഷേ ദോഷകരമായൊരു പ്രശ്നം ഉണ്ടാക്കിയേക്കാം എന്നുള്ള ഫാക്ടറാണ്. പക്ഷേ അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു സാധാരണ ഡെപ്പോസിറ്റർ അവരുടെ മൈൻഡ് സെറ്റ് പരിശോധിക്കുകയാണെങ്കിൽ പൊതുവെ കാണുന്നത് ബാങ്ക് ഡെപ്പോസിറ്റുകൾ എന്നുള്ള ആ ബാസ്ക്കറ്റിൽ ഉള്ള പണം അത് ചെറിയ ഏറ്റക്കുറച്ചുകൾ ഉണ്ടെങ്കിലും അവിടെ തന്നെ നിലനിർത്തുന്ന കാര്യത്തിൽ പൊതുവെ ഇന്ത്യൻ ഡെപ്പോസിറ്റേഴ്സ് നിർബന്ധ ബുദ്ധി കാണിക്കാറുണ്ട്. രണ്ട് ബാങ്കുകളുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരികയാണെങ്കിൽ അവരൊരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് മാറ്റിയെന്ന് വന്നേക്കാം. പക്ഷേ ജനറലി ബാങ്കിങ് സെക്ടറിൽ ഉള്ള ആ ഒരു ഡെപ്പോസിറ്റ് നിലനിർത്താനുള്ള ഒരു സന്നദ്ധത അത് പൊതുവെ ഇന്ത്യയിലെ ഒരു ആവറേജ് ഡെപ്പോസിറ്റർ സൈക്കിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് ഇത്
ബാങ്കുകളിലെ നിക്ഷേപത്തെ വലിയ തോതിൽ സ്വാധീനിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ മുൻ ഗവർണർ ബാങ്കുകളുടെ നിക്ഷേപങ്ങളെക്കുറിച്ച് പറഞ്ഞത് നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ചരിത്രപരമായ കാരണം ഈ പലിശ നിരക്കല്ല കേട്ടോ. അങ്ങനത്തെ തെറ്റിദ്ധാരണ വേണ്ട. അദ്ദേഹം അത് വാസ്തവത്തിൽ സൂചിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു മേഖലകൾ നമുക്കറിയാമല്ലോ, ഡിസിൻറ്റർമീഡിയേഷൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി സംഭവിച്ചു കഴിഞ്ഞു. ഈ ഡിസിൻറ്റർമീഡിയേഷൻ്റെ ഒരു ഫലം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മറ്റ് അനവധി മേഖലകൾക്ക് പണം ആകർഷിക്കുന്നതിന് അതോടൊപ്പം അതിന് കൂടുതൽ ആകർഷകമായ റിട്ടേൺ കൊടുക്കുന്നതിന് കഴിയുന്നുണ്ട്. പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, എപ്പോഴും ഉള്ള ഒരു ഒരു വാച്ച് വേർഡ് എന്ന് പറയാവുന്നത് ദ ഹയർ ദ റിട്ടേൺ ദ ഹയർ ദ റിസ്ക് എന്നാണ്. അപ്പോൾ റിട്ടേൺ കൂടുതൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കൂടുതൽ വലിയ റിസ്കിലേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ റിസ്ക് കൂടുതൽ ഏറ്റെടുക്കുന്ന മേഖലകളിലേക്ക് ആളുകളുടെ പണം മാറുന്നു. അത് സ്വാഭാവികമായിട്ടും ബാങ്കുകളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന്. രണ്ടാമത്, ബാങ്കുകൾ പോലും നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ് എന്ന ആശയം പ്രാവർത്തികമായതോടുകൂടി അവർ പോലും കിട്ടുന്ന നിക്ഷേപങ്ങളിൽ നല്ലൊരു പങ്ക് ഇൻഷുറൻസ് പോളിസികളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് അവർ പോലും പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരുപാട് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ആണ് ശക്തികാന്ത ദാസ് അന്ന് പരാമർശിച്ചത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനോടൊപ്പം തന്നെ സാർ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാഗ്ഫ്ലേഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിയാണ് പ്രധാനമായിട്ടും ഇന്ത്യ നേരിടുന്നതെന്ന്. പക്ഷെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലിശ നിരക്ക് കുറയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കോർപ്പറേറ്റ് തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു കോസ്റ്റ് ഓഫ് ബോറോയിങ് അല്ലേ കുറയുന്നത്. പ്ലസ് അതിനോടൊപ്പം തന്നെ കൂടുതൽ വായ്പകൾ എടുത്ത് അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസ് എക്സ്പാൻഡ് ചെയ്യാനും അതുവഴി ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു ഇൻഫ്ലേഷൻ ടോളറേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും വീണ്ടും ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയില്ലേ? വാസ്തവത്തിൽ അനില അല്ലേ അതോ ജാസ്മിനാണോ ചോദിച്ചത് അറിയില്ല. എന്തായിരുന്നാലും ഈ ചോദ്യത്തിന് കുറേ അടരുകളുണ്ട്. കുറേ അധികം കാര്യങ്ങൾ കൂട്ടിച്ചേർത്താണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. അതിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. ഒന്നാമത്, ഇത് കോർപ്പറേറ്റുകളെയല്ലേ കൂടുതൽ സഹായിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും മോണിറ്ററി പോളിസി അടക്കം ഉള്ള ഈ തരത്തിലുള്ള എല്ലാ ടൂൾസുകളും പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നതും അതിൻ്റെ ഗുണഭോക്താക്കളും കോർപ്പറേറ്റുകളാണ്. അതിന് കാരണം വ്യക്തമാണ്. കാരണം അവർ വളരെ കൂടുതൽ ശതമാനം ആണ് അവർ കൈകാര്യം ചെയ്യുന്ന പണം എന്നുള്ളത് കൊണ്ട് അത് അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിൽക്കുന്നു. പിന്നെ നേരത്തെ എനിക്ക് മുമ്പ് ശ്രീ PR ശങ്കരനാരായണൻ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ പലിശ നിരക്കിൽ വരുന്ന കുറവ് ഒരുപക്ഷെ വ്യക്തിഗത വായ്പകളിൽ ചെറിയ തോതിൽ സ്വാധീനിച്ചേക്കാം. പലപ്പോഴും ആദ്യത്തെ 0.25% കട്ടൊന്നും ഉണ്ടായിന്ന് വരില്ല കേട്ടോ. കാരണം ബാങ്കുകളൊന്ന് വെയിറ്റ് ചെയ്യും ഇത് താൽക്കാലികമാണോ അല്ലയോ എന്നറിയാൻ. ഒന്ന്. രണ്ടാമത്, അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ബാങ്കുകൾ ഒരിക്കലും ഒരു നയാ പൈസ പോലും നഷ്ടം സഹിക്കില്ല. അവർ ഈ തരത്തിൽ എന്ത് കുറവ് വന്നിരുന്നാലും അതിൻ്റെ കുറവൊക്കെ അവർ ബാക്കി എവിടെയെങ്കിലും അത് ഓഫ്സെറ്റ് ചെയ്തുകൊണ്ട് അവർ ഇടപാടുകാരിൽ തന്നെ ഈടാക്കും. അതായത് വായ്പകളുടെ പലിശ കുറയുകയാണെങ്കിൽ നിക്ഷേപങ്ങളുടെ പലിശയും കുറയ്ക്കും. അത് നേരത്തെ പറഞ്ഞ പോലെ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയ നിക്ഷേപങ്ങൾക്കായിരിക്കും എന്നുള്ളത് മാത്രം. അപ്പോൾ അതുകൊണ്ട് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ മോണിറ്ററി പോളിസിയിൽ വരുന്ന വേരിയേഷൻസ് അവരുടെ ലാഭത്തെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനി ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഈ തരത്തിൽ ഉള്ള ഇൻഫ്ലേഷൻ ഈ തരത്തിൽ പലിശ നിരക്ക് കുറയുന്നത് ആകമാനമുള്ള സമ്പദ് വ്യവസ്ഥയെ എത്രത്തോളം സഹായിക്കും എന്നുള്ളതാണ്. അവിടെയുള്ള എൻ്റെ മറുപടി, ആകമാനമുള്ള സമ്പദ് വ്യവസ്ഥയിൽ പലിശ നിരക്ക് കൊണ്ട് അല്ലെങ്കിൽ വായ്പ എന്നുള്ളത് അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നുള്ളത് ശരി. പക്ഷേ ഈ അനുകൂലമായ എല്ലാ ഘടകങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരാത്തത്? കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ യൂണിയൻ ബജറ്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ധാരാളം ആനുകൂല്യങ്ങൾ ആണ് വാരിക്കോരി ചൊരിയുന്നത്. പക്ഷേ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കുന്നില്ല. അത് പലിശ നിരക്കിൻ്റെ പ്രശ്നം കൊണ്ടാണോ? അല്ല. പിന്നെയോ, ഇൻവെസ്റ്റ്മെൻറ്റിന് അനുസൃതമായ രൂപത്തിൽ തങ്ങൾക്ക് മികച്ച ലാഭം കിട്ടാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം വാസ്തവത്തിൽ ഇന്ന് കോർപ്പറേറ്റുകൾക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാഭമാണ് പ്രശ്നം. അപ്പോൾ ആ ലാഭം കുറയുന്ന ഒന്നിനും അവർ സന്നദ്ധരാവില്ല. അല്ലെങ്കിൽ ലാഭത്തെ സംബന്ധിച്ച് അനിശ്ചിതത്വം ഉണ്ടെങ്കിൽ അതിനും അവർ സന്നദ്ധരാവില്ല.
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് അവരുടെ ഉൽപ്പന്നത്തിന് ഉള്ള ആദായകരമായ പരമാവധി ലാഭം കിട്ടുന്ന ഒരു സെർട്ടൻറ്റി ഉണ്ടാവണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഇന്ന് രാജ്യത്തെ വിപണിയിൽ ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും ചുരുക്കത്തിൽ ഒരു കാരണം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ ആകെ സമ്പത്തിൻ്റെ വിതരണത്തിൽ ആഗോളതലത്തിൽ തന്നെ ഉള്ളൊരു പ്രതിഭാസമാണ്. അത് ഇന്ത്യയിലും പ്രതിഫലിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ സമ്പത്തിൻ്റെ വിതരണത്തിൽ വലിയ തോതിലുള്ളൊരു അസന്തുലിതാവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ അസന്തുലിതാവസ്ഥയുടെ പരിണത ഫലം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പണം കുറച്ച് കൈകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. അങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ചെലവഴിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ കയ്യിൽ ആവശ്യത്തിന് പണം കിട്ടാതെ വരുന്നു. ശേഷിയുള്ള ആളുകളുടെ കയ്യിൽ കൂടുതൽ പണം കിട്ടുന്നത് കൊണ്ട് അവർ കൂടുതൽ ചെലവഴിക്കണമെന്നില്ലല്ലോ. അവരുടെ ആവശ്യങ്ങൾ എപ്പോഴും സ്ഥിരമാണ്. അപ്പോൾ ഈ ഒരു ഇംബാലൻസിൻ്റെ തോത് വർദ്ധിച്ചു വരുന്നതാണ് അടിസ്ഥാനപരമായ കാരണം. രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അതുതന്നെയാണ്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് പ്രശ്നം. അത് പരിഹരിക്കണമെങ്കിൽ കൂടുതൽ പണം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം. ആ തരത്തിൽ ഉള്ള ഒരു നയം ഉണ്ടാവണം. ആ നയം മോണിറ്ററി പോളിസി വഴി നടപ്പാക്കാൻ കഴിയില്ല. പിന്നെയോ അത് ഫിസ്ക്കൽ പോളിസി വഴിയാണ് നടപ്പാക്കാൻ കഴിയുക. അപ്പോൾ ഇവിടെയാണ് ഒരു വലിയ ഡൈലമ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ മോണിറ്ററി പോളിസിയിലെ 0.25% കുറവ് അത് രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ചലനാത്മകതയെ മെച്ചപ്പെടുത്തുമോ എന്ന് ചോദിച്ചാൽ അതിന് മറ്റ് ഘടകങ്ങൾ കൂടി അതിനൊപ്പം വന്നെങ്കിൽ മാത്രമേ അത് സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ എന്നാണ് എൻ്റെ ഉത്തരം. ചോദിക്കാനുള്ളത്, ഇന്ന് RBIയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത്, അതായത് ആഗോള സാമ്പത്തിക വെല്ലുവിളികളാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദത്തിലാക്കുന്നത് എന്നുള്ള ഒരു നിരീക്ഷണം കൂടി RBIയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി മാനുഫാക്ചറിംഗ് സർവീസ് മേഖലകളിലൊക്കെ തന്നെ റെസിലിയന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിലാണ് ഇന്ത്യ. ഇനി തുടർന്നും മുന്നോട്ട് വളരെയധികം വിശാലമായിട്ടുള്ള ഒരു വാസ്റ്റ് ഏരിയ ആണ് ഡെവലപ്മെന്റിനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ RBI പങ്കുവച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് കാര്യങ്ങൾ മുൻനിർത്തി ഇനി അങ്ങോട്ട് 2026 സാമ്പത്തിക വർഷത്തിലടക്കം ഒരു കൂടുതൽ റേറ്റ് കട്ട് താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇതിൽ ഉള്ള ഒരു പ്രശ്നം ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് വന്ന കാര്യം, അതായത് ചോദ്യം ഒന്നാവർത്തിക്കാം, എനിക്ക് ആ ലിങ്ക് ഒന്ന് വിട്ടുപോയി. യെസ് സർ. അതായത് ആഗോള സാമ്പത്തിക വെല്ലുവിളികളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതെ അതെ, ഞാനതിലേക്ക് വരാം. ആഗോള ഘടകങ്ങൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ശരിയാണ്. കാരണം നമ്മൾ ഇന്ന് കപ്പിൾഡാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥ എന്നുള്ള ബന്ധം ഉണ്ട്. അതോടൊപ്പം അത് മാത്രമല്ല, ഈ സമ്മർദ്ദം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കിന്ന് നേരിടുന്നൊരു വലിയ സമ്മർദ്ദമുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 4 മാസത്തിനിടയ്ക്ക് ഇന്ത്യൻ രൂപയുടെ വിലയിൽ വന്ന ഇടിവ് ഏതാണ്ട് 3.25%. ഇത് നാളെ ഇതിൻ്റെ ഒരു കാസ്കേഡിങ് ഇഫക്റ്റ് വരികയാണ്, വിലക്കയറ്റത്തിൻ്റെ രൂപത്തിൽ വരികയാണ്. അപ്പോൾ ആ സമ്മർദ്ദം അവിടെ നിൽക്കുന്നു. ഇനി അത് മാറ്റി നിർത്തിയാൽ ഉള്ള കാര്യമാണ്. ഇത് മാറ്റി നിർത്തിയാൽ മാനുഫാക്ചറിങ്ങിൽ സർവീസിലും റെസിലിയൻസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ഈ റെസിലിയൻസിനുള്ള അടിസ്ഥാനപരമായ ഘടകം എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, ഇന്ന് ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്തൊരു വലിയ പ്രതിഭാസം ഇന്ത്യയിലുണ്ട്. ഇന്ത്യ ഈസ് റീപ്പിംഗ് ഡെമോഗ്രാഫിക് ഡിവിഡൻസ്. നമ്മുടെ ജനസംഖ്യയുടെ, ഇന്ത്യയുടെ ഏതാണ്ട് 146 കോടിയാണ് ജനസംഖ്യ എന്നാണല്ലോ ഏകദേശ കണക്ക്. ഈ 146 കോടി ജനങ്ങളിൽ ഏതാണ്ട് 85-90 കോടി ജനങ്ങൾ 35-40 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. അതായത് ഏകദേശ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ ഏകദേശം 65% ആളുകൾ 35 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വലിയ ഒരു എക്സ്പാൻഡിങ് എന്നല്ല, ഒരു എക്സ്പ്ലോഡിങ് മാർക്കറ്റ് എന്ന് വേണം പറയാൻ. വിസ്ഫോടനത്തിന് കാത്തു നിൽക്കുന്നൊരു വിപണിയാണ്. കാരണം ഈ 35 വയസ്സിൽ താഴെയുള്ള ആളുകളുടെ ഒരു വലിയ വിപണി എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനുള്ള ആളുകളാണ്. അപ്പോൾ ആ തരത്തിലൊരു വലിയ വിപണി ആണ് കാത്തു നിൽക്കുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെയൊരു വിപണി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ലോകത്തൊട്ടാകെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത്. ഇതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. അപ്പോൾ ഇന്ത്യയിൽ നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത്, ആനയ്ക്കതിൻ്റെ ശക്തി അറിയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ശക്തി അറിഞ്ഞ് തന്നെ പ്രവർത്തിക്കണം. നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ ഈ ഡെമോഗ്രഫിയാണ്. നമുക്കിത്ര വലിയൊരു വിപണി നിൽക്കുന്നു. അപ്പോൾ എന്താണ് വേണ്ടത്? ഇങ്ങനൊരു വിപണി, ആ വിപണിയുടെ ചലനാത്മകത മെച്ചപ്പെടുത്തണമെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കണം. എന്ത്? ഒന്ന്, സപ്ലൈ കൂട്ടണം.
ആ സപ്ലൈയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, മാനുഫാക്ചറിങ്ങിലൊക്കെ റെസിലിയൻസ് ഉണ്ട്, ശരി. അപ്പോൾ മറുവശത്ത് എന്തുണ്ടാവണം? ഡിമാൻഡ് കൂട്ടണം. ഈ 65% മനുഷ്യരുടെ പോക്കറ്റുകളിലേക്ക് പണം എത്തണം. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും തൊഴിലവസരങ്ങൾ വർദ്ധിക്കേണ്ടി വരും, വരുമാനം വർദ്ധിക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടികൾ ആണ് ഉണ്ടാവേണ്ടത്. നിർഭാഗ്യവശാൽ ഈ ഒരു നയത്തിലേക്കല്ല ഗവൺമെൻറ് പലപ്പോഴും പോയിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഫിസ്ക്കൽ പോളിസി ഗവൺമെൻറ് ആ ഒരു ടൂൾ പ്രയോഗിക്കുന്നില്ല. അതുപോലെ ഈ പണത്തിൻ്റെ ഒരു കോൺസെൻട്രേഷൻ എന്ന ആ ഒരു അവസ്ഥ തിരുത്തുന്നതിന്, കൂടുതൽ ജനങ്ങളിലേക്ക് കൂടുതൽ പണം എത്തിക്കുന്നതിന് ഉള്ള നടപടികൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ 2 തിരുത്തലുകൾ വന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എനിക്ക് തോന്നുന്നു ആകാശമാണ് നമ്മുടെ പരിധി എന്ന രൂപത്തിൽ അടുത്ത ഒരു 20 വർഷക്കാലമെങ്കിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശോഭനമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സർ, താങ്കളിപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡിമാൻഡ് സൈഡിൽ ഒരു പുഷ് വേണ്ടി വരുമെന്ന്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു RBIയുടെ MPCയിൽ നിന്ന് ബജറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ബജറ്റിൽ ഡിമാൻഡ് സൈഡിൽ വലിയ തോതിലുള്ള അല്ലെങ്കിൽ ഡിമാൻഡ് പുഷ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം ടാക്സിൽ ഒരു റിഡക്ഷൻ വന്നിട്ടുണ്ട്, ആദായ നികുതിയിൽ 12 ലക്ഷം വരെ റിബേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ധാരാളം ഡിമാൻഡ് സൈഡ് പുഷ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു നടപടിയെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? മുന്നോട്ടേക്കും ഇപ്പോൾ ഈ ഒരു റേറ്റ് കട്ട് കുറച്ചതും ഒപ്പം തന്നെ ഡിമാൻഡ് സൈഡും കൂടി ഇക്വേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാഗ്ഫ്ലേഷനിൽ നിന്ന് മറികടക്കാൻ സാധിക്കില്ലേ? അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ടാക്സിലെ റേറ്റ് കട്ട് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് നമുക്ക് പരിധിയിൽ കവിഞ്ഞ ചില സങ്കല്പങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയുള്ള പ്രശ്നം, ഇപ്പോൾ ഗവൺമെൻറ് ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് ഏകദേശം 1 ലക്ഷം കോടി രൂപ ആണ് ഈ ടാക്സ് റിലീഫിൻ്റെ പേരിൽ ഗവൺമെൻറ് ഫോർഗോ ചെയ്യുന്നത്. അതായത് അത്രയും ജനങ്ങളുടെ കയ്യിലേക്ക് വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ല കാര്യം. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ 1 ലക്ഷം കോടി വരുന്നത് ഇന്ത്യയിൽ ആകെയുള്ള ജനങ്ങളിൽ കേവലം 2% ആളുകളുടെ കയ്യിലാണ്. അപ്പോൾ ഈ 2% ആളുകളുടെ കൈകളിലേക്ക് ഈ പണം വന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പണം മുടക്കിയിരുന്ന ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ട്. മൺറേഗ അഥവാ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് അതിൻ്റെ പേര്. ആ പദ്ധതി വഴി അപ്പോൾ എന്താ സംഭവിക്കുക? ആ പദ്ധതിയിൽ പണം മുടക്കുമ്പോൾ എത്രയോ കോടിക്കണക്കിന് മനുഷ്യരിലേക്കാണ് പണം എത്തുക. അപ്പോൾ അത്രയും വിപണികളിലേക്ക് അത് എത്തുകയാണ്, അത്രയും ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ രൂപത്തിൽ ഉള്ള ഒരു സമീപനം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ടാക്സ് റിലീഫ് കൊണ്ട് ചെറിയൊരു ശതമാനത്തിന് വരുന്നത് ഒരു റിലീഫ്, അത് വിപണിയെ എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഈ റിലീഫിൻ്റെ പേരിൽ ഒരാൾ ഒരു TV വാങ്ങിക്കുന്നു എന്നിരിക്കട്ടെ, ഒരു ടെലിവിഷൻ വാങ്ങിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ഈ 2% ആളുകളും ടെലിവിഷൻ വാങ്ങിക്കുന്നു എന്നിരിക്കട്ടെ. അവർക്ക് ഒരു ടെലിവിഷനെ വാങ്ങിക്കാൻ കഴിയൂ. പക്ഷെ മറുവശത്ത് ഈ പറയുന്ന വലിയൊരു ശതമാനം ആളുകൾക്ക് ആ ഒരു ടെലിവിഷൻ വാങ്ങിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലേക്ക് പണം എത്തിയെങ്കിലേ ആ ടെലിവിഷൻ അവർ വാങ്ങിക്കുകയുള്ളൂ, അങ്ങനെ ആ വിപണി ചലിക്കുകയുള്ളൂ. ഞാൻ ഒരു ഉദാഹരണത്തിന് ടെലിവിഷൻ്റെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ആ രൂപത്തിൽ ആളുകളുടെ ക്രയശേഷി, അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ അവർക്ക് വിപണിയിൽ ഇടപെടാൻ കഴിയൂ. അങ്ങനെ അവർ വിപണിയിൽ ഇടപെട്ടെങ്കിൽ മാത്രമേ വിപണിയിൽ നേരത്തെ പറഞ്ഞ മാനുഫാക്ചറിങ്ങിലെ ആ റെസിലിയൻസ് വിപണിയിലേക്ക് ആകെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നിലപാടിലേക്ക് ഗവൺമെൻറ് ചൂട് മാറേണ്ടതുണ്ട്. മറുവശത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഭൂരിപക്ഷം വരുന്ന ആളുകളിലേക്ക് പണം എത്തുന്നില്ല എന്ന് മാത്രമല്ല, ഈ വിലക്കയറ്റത്തിൻ്റെ ഒരു വലിയ ആഘാതം അവർ പേറേണ്ടി വരുന്നുമുണ്ട്. കാരണം അവരുടെ ഇൻകത്തിൽ വർധനവ് വരുന്നില്ല, പക്ഷേ അവരുടെ നിലവിലുള്ള ഇൻകത്തിൽ നിന്ന് വിലക്കയറ്റത്തിൻ്റെ പേരിൽ അവർ കൂടുതൽ പണം അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു. അതിൻ്റെ പരിണത ഫലം എന്താണെന്ന് വെച്ചാൽ, അവരുടെ കൺസംഷനുള്ള എഫിഷ്യൻസി കുറയുന്നു, സേവിങ്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നിൽ ആവുന്നു. നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ ആകമാനമുള്ള ഡൊമസ്റ്റിക് സേവിങ്സ് റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ മിഡിൽ ക്ലാസിൻ്റെ കയ്യിൽ നിന്ന് കുറയുന്നു. അത് അവരുടെ കൺസംഷൻ കൊണ്ടാണെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും ആകമാനം ഇന്ത്യയിലെ ഡൊമസ്റ്റിക് സേവിങ്സ് റേറ്റിൽ വരുന്ന കുറവിനെ നമ്മൾ ഏത് രൂപത്തിലാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക? അത് രാജ്യത്തിൻ്റെ ആകെ ഇക്കണോമിയെ ഏത് തരത്തിലാണ് ബാധിക്കുക എന്നുള്ളത് നമ്മൾ കാണേണ്ടതല്ലേ? സർ, തീർച്ചയായിട്ടും. ഏതായാലും താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മളുമായിട്ട് പങ്കുവച്ചു. VK പ്രസാദ് സാറാണ് ഇത്രയും സമയം മൈഫിൻ TVയോടൊപ്പം നമ്മുടെ ഈ ഒരു ലൈവ് MPC പൾസ് സ്പെഷ്യൽ ഷോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് സർ. വെൽക്കം.